നിങ്ങൾ കിച്ചൺ ഒരു മോഡുലാർ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ആക്സസറീസുകളൊക്കെ കൊടുത്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യം ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ കിച്ചണിൻ്റെ റാക്കിന് താഴെ ഇതേപോലെ തട്ടുകൾ കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചില ആളുകളൊക്കെ കൊടുക്കണേ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിൽ വരെ ഓരോ പാർട്ടീഷനും ഓരോ അളവിലാണ്. അപ്പോൾ ഡോറുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത അളവുകളിലായിരിക്കും ഓരോ ഡോറുകൾ വരുന്നത്. അതേപോലെ തന്നെ വരുന്നതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറേ ആക്സസറീസുകളൊക്കെ വേണം. ഇപ്പോൾ ഓയിൽ പുൾ ഔട്ടുകൾ, ട്രാഗുകൾ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പലതും ഈ ഒരു പാർട്ടീഷന് ഉള്ളിൽ കൊള്ളാതെ വരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ സ്ലൈഡറും പിന്നെ അത് വരുന്ന അതിൻ്റെ ഒരു അളവൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടീഷൻ ഉണ്ടായതുകൊണ്ട് നമുക്കവിടെ വെക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. മറ്റൊരു കാര്യം, വെർട്ടിക്കലായിട്ട് ഇതേപോലത്തെ പാർട്ടീഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നിലും കുറേ സ്പേസുകൾ ഫ്രീ ആയിട്ട് പോകും. ഇപ്പോൾ ഒരു കള്ളിക്കകത്ത് നമുക്ക് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു പാത്രമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്പേസ് നമുക്ക് ഫ്രീ ആയിട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊരു മോഡുലാർ സെറ്റപ്പിൽ നിങ്ങളൊരു കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റാക്കിൻ്റെ താഴ്ഭാഗം ഫ്രീ സ്പേസ് ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ആക്സസറീസുകൾ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളാ ഒരു ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് പൊസിഷനിൽ വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏത് ഭാഗത്താണ് നമുക്ക് ട്രാഗുകളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ആക്സസറീസുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പുതുതായിട്ട് വർക്കൊക്കെ തുടങ്ങുന്നവരുണ്ടെങ്കിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ കിച്ചണൊന്ന് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ.